കല്ലിനെയും കുമ്മായത്തെയും ഒക്കെ നമ്മൾ ആരാധിച്ചു പോരുന്നവരാണ്. അപ്പൊ നമ്മളോട് എന്ത് പറയാനുണ്ട്? നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഈ യേശുവിനെ മാത്രം നമുക്ക് വെളിപ്പെടുത്തി തന്നാൽ മതി. കാരണം നമുക്ക് രക്ഷ അവനിലൂടെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയാണ് നമുക്ക് രക്ഷ. അപ്പൊ നമുക്ക് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രം നമുക്ക് വെളിപ്പെടുത്തി തന്നാൽ മതി. മോശയെ നമുക്ക് കാണിക്കേണ്ട, അബ്രഹാമിനെ കാണിച്ചു തരണ്ട, ഇസ്ഹാക്കിനെ കാണിക്കേണ്ട, യാക്കോബിനെ കാണിക്കേണ്ട, പഴയ നിയമത്തിലുള്ള ആരെയും നമുക്ക് കാണിച്ചു തരേണ്ട ആവശ്യമില്ല. പറഞ്ഞോ? ഇത് നമുക്ക് മനസ്സിലാക്കണം. ഇതൊരു വെളിപ്പാടാണ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള എന്താണ്? അതുകൊണ്ട് വ്യക്തമായിട്ട് നമുക്ക് ഒരു വാക്യം വായിക്കാം. എബ്രായർ 2-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കാം. സ്തോത്രം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും ഏറ്റവും നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? അപ്പൊ ഇത്ര വലിയ രക്ഷ ഏതാണെന്ന് പറയുന്നത് ദൂതന്മാർ മുഖാന്തരം പറഞ്ഞ വചനമല്ല. ഓരോരോ ലേഖനത്തിനും അനുസരണമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ രക്ഷ എന്താ അവസാനം പറയുന്നത്? കേട്ടവർ നമുക്ക് ഉറപ്പിച്ച് തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റൊഴിയും? അപ്പൊ നമ്മൾ ഗണ്യമാക്കേണ്ടത് ഏതാണ്? പഴയ നിയമമാണോ? അല്ല. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത് കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത്. അതുപോലെ തന്നെ 1-ാം അധ്യായം, എബ്രായർ 1-ാം അധ്യായം 1-ാം വാക്യം, അവിടെ പറയുന്നു, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. കണ്ട, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. സ്തോത്രം. അപ്പൊ അവിടെയും വ്യക്തമായിട്ട് പറയുകയാണ്, ദൈവം പണ്ട്, അതായത് ഉൽപ്പത്തി മുതൽ പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും, ആദാമിന് കൊടുത്ത പ്രമാണമല്ല നമുക്കുള്ളത്, അല്ലെ? മോശയ്ക്ക് കൊടുത്ത പ്രമാണമല്ല നമുക്കുള്ളത്, അല്ലെ? അബ്രഹാമിന് കൊടുത്ത പരിചയം നമുക്കുള്ളത്. പക്ഷെ ഇപ്പോൾ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം. എന്താ പുത്രൻ പറഞ്ഞത്? നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. സ്നാനം കഴിപ്പിച്ച വ്യക്തികളെ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചു